ഹായ് ഫ്രണ്ട്സ്, കുർത്തീസിൽ ഒരു സൂപ്പർ കളക്ഷനുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ഫാബ്രിക്, അതായത് സെമി ചന്ദേരി സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന ഐറ്റംസ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഹൈ എൻക്വയറി കേട്ടോ, ഈ ഒരു ഫാബ്രിക്കിൽ നമ്മൾ ഇതിന് മുമ്പ് ഹാൻഡ് വർക്കൊക്കെ വരുന്ന ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹൈ എൻക്വയറി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ്, ഈ ഒരു ഫാബ്രിക് എടുത്ത് വീണ്ടും സ്റ്റിച്ചിങ്ങിന് കൊടുത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് വർക്ക്. സാധാരണ ചെയ്യുമ്പോൾ എപ്പോഴും സിമ്പിളായിട്ടൊരു എന്താ പറയുക, മിറർ വർക്ക് മാത്രമാണ് വരാറ്. എങ്കിൽ ഇപ്രാവശ്യം നെക്ക് പോർഷനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് കട്ട് ബീഡ്സിൻ്റെ വർക്ക് കൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് പോലും യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് 4 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ചാർട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. അത് നമ്മൾ ബൾക്കായിട്ട് ലാർജ് ടു 5X സൈസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല നല്ല ഷെയ്ഡ്സ് ആയിട്ട് നല്ല എന്താ പറയുക, നമുക്ക് ഫംഗ്ഷൻ വെയറിന് യൂസ് ചെയ്യാൻ പറ്റിയ കളേഴ്സിലും വന്നിട്ടുണ്ട്. അതുപോലെ ഇത്രയും ഹാൻഡ് വർക്കൊക്കെ വരുമ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട് ഹൈ പ്രൈസ് റേഞ്ച് ആയിരിക്കുമെന്ന്. പക്ഷേ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 1395 റേറ്റിലേക്കാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഫ്രീ ഷിപ്പിംഗും ആയിരിക്കും. അപ്പോൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഷോപ്പ് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ഇടിവണ്ണയാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് തന്നെയാണ് ഒരു ലാവൻഡർ ഷെയ്ഡ്. എനിക്ക് തോന്നുന്ന കുർത്തീസിലൊക്കെ ഈ ഒരു ലാവൻഡർ ഷെയ്ഡ് നമുക്ക് വളരെ റെയർ ആയിട്ടാണ് കിട്ടാറുള്ളത്. സെമി ചന്ദേരി സിൽക്കാണ് ഫാബ്രിക് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ്. ഇതിൻ്റെ നെക്ക് പോർഷൻ സ്ക്വയർ നെക്കിലേക്കാണ് വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെവി ആയിട്ട് തന്നെ ആ ഒരു ഹാൻഡ് വർക്ക് വരുന്നുണ്ട്, മിറർ വർക്കും വരുന്നുണ്ട്, കട്ട് ബീഡ്സിൻ്റെ വർക്കും വരുന്നുണ്ട്. ഇനി നമുക്കൊരു ഫംഗ്ഷന് യൂസ് ചെയ്തതിന് ശേഷം കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ ഒരു ഫസ്റ്റ് ടൈം നമ്മളൊരു പ്രോഡക്റ്റ് സാധാരണ ഫംഗ്ഷൻ വെയറിനൊക്കെ ഹൈ ഇതുള്ളത് നമ്മൾ എടുത്തു കഴിയുമ്പോൾ വെച്ചാൽ പിന്നീട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു കുർത്തി സെറ്റിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ വെയറിന് യൂസ് ചെയ്യുക, അതിനുശേഷം നമുക്ക് കാഷ്വൽ വെയർ ആയിട്ടാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാണ്. സ്ലിറ്റഡ് പാറ്റേണിലേക്കാണ് വന്നിരിക്കുന്നത്. ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. അതുപോലെ നമ്മൾ സ്ഥിരം ചെയ്യുന്ന ബ്രാൻഡിൻ്റെ തന്നെ കുർത്തീസാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ അടുത്ത് സ്ഥിരം പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് അറിയാം സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റും ക്വാളിറ്റിയുള്ള ലൈനിങ് എല്ലാം ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ 46-47 ലെങ്ത്തിലേക്ക് വരുന്നു. ദുപ്പട്ടയാണ് നല്ല ഭംഗിക്കാട്ടോ വന്നിരിക്കുന്നത്. സിൽക്കി കോട്ട ഫാബ്രിക്കിലേക്കാണ് വന്നിരിക്കുന്നത്. നല്ല ലെങ്ത്തും വിഡ്ത്തും ഉണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു ലാവൻഡർ ഷെയ്ഡിലേക്ക് ചെറിയൊരു ചെക്ക് പാറ്റേൺ വരുന്ന രീതിക്കാണ് ആ ഒരു ദുപ്പട്ട വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നതും സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് കേട്ടോ. ആ ഒരു സെമി ചന്ദേരി സിൽക്ക് ഫാബ്രിക്കിലേക്കാണ് വന്നിരിക്കുന്നത്. പാരൽ ബോട്ടം ആയിട്ട് വരും. നമ്മൾ എപ്പോഴും ചെയ്യുന്ന ആ ഒരു പാറ്റേൺ തന്നെ. ഫ്രണ്ട് പോർഷൻ ടൈ, ബാക്ക് സൈഡ് ഇലാസ്റ്റിക്, വൺ സൈഡ് പോക്കറ്റ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പോക്കറ്റ് വന്നിട്ടില്ല. 39 ഇഞ്ച് ലെങ്ത്തിലേക്കാണ് വരുന്നത്. ഇതിൻ്റെ ലാർജ് ടു 5X സൈസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. റേറ്റ് വരുന്നത് 1395 ആണ്. അതുപോലെ ഫ്രീ ഷിപ്പിങ്ങിലേക്കുമാണ് വന്നിരിക്കുന്നത്. അടുത്തത് പിങ്ക് ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത്. പിങ്ക് ഒക്കെ ആണെങ്കിൽ നല്ല ഭംഗിക്കാട്ടോ. ഏത് കളർ എടുക്കണമെന്ന് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിക്ക് 4 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സിലേക്കാണ് വന്നിരിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൻ്റെ ആ ഒരു നെക്ക് പോർഷൻ ആട്ടോ. സ്ക്വയർ നെക്ക് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അതിനെ തന്നെ ഹൈലൈറ്റ് ചെയ്ത് കട്ട് ബീഡ്സും അതുപോലെ മിറർ വർക്കും വരുന്നുണ്ട്. സ്ലിറ്റഡ് പാറ്റേണിലേക്കാണ് വരിക. ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെ ദുപ്പട്ടയും ഒരു സിൽക്കി കോട്ട ഫാബ്രിക്കിലേക്കാണ് വന്നിരിക്കുന്നത്. നല്ല ലെങ്ത്തും വിടുത്തും വരുന്ന ദുപ്പട്ടയാണ്. നമുക്ക് ഡബിൾ സൈഡ് വേണേലും വെയർ ചെയ്യാൻ പറ്റും. അതുപോലെ ബോട്ടം വന്നിരിക്കുന്നത് സെയിം കളറിലേക്ക് തന്നെയാണ്, പ്ലെയിൻ ആയിട്ടാണ് വരിക. റേറ്റ് 1395 ആണ്. ഇത് നമുക്ക് ലാർജ് ടു 5X സൈസ് അവൈലബിൾ ആണ്. അടുത്ത കളർ ചാർട്ട് ഗ്രീനാണ്. അടുത്ത ഷെയ്ഡ് ഗ്രീനൊക്കെ നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുണ്ടല്ലോ നല്ല ഭംഗിയായിട്ട് ഇട്ട് കഴിയുമ്പോൾ ഈ 4 ഇടുമ്പോൾ ഏതാണ് കൺഫ്യൂഷൻ എന്ന് നമുക്ക് എടുക്കേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. ഇതൊരു ലീഫി ഗ്രീൻ ഷെയ്ഡിലേക്കാണ് വരുന്നത്. പാറ്റേൺ ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് വരുന്നത്. സ്ലിറ്റഡ് ആണ്, ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. അതുപോലെ ആ ഒരു ഗ്രീൻ കളറിൽ തന്നെയാണ് ദുപ്പട്ട വരുന്നത്. അതുപോലെ ഏജ് ലിമിറ്റ് ഇല്ല, അതെല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റുകളാണ്. റേറ്റ് വരുന്നത് 1395. ഇതെല്ലാം നമുക്ക് ലാർജ് ടു 5X സൈസ് അവൈലബിൾ ആണ്. അടുത്ത ഗ്രേപ്പാണ്. അതും ഡാർക്ക് ഗ്രേപ്പ്, നമ്മുടെ കറുത്തതിനൊക്കെ ആ ഒരു ഷെയ്ഡിൻ്റെ അടുത്തേക്ക് വരുന്നതാണ്. നല്ല ഭംഗിക്കാണ് വന്നിരിക്കുന്നത്. പാറ്റേൺ ഇതുപോലെ ആ ഒരു നെക്ക് പോർഷനിലേക്ക് ഹാൻഡ് വർക്കാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സാധാരണ ആ ഒരു ഒറ്റ പാറ്റേണിൽ നമുക്ക് ഒരു ഹാൻഡ് വർക്ക് മാത്രം, അതിന് തന്നെ 1395 വരാറുണ്ട്. ഇത്രയും ഹെവി ഹാൻഡ് വർക്ക് 2 സെറ്റിലേക്ക് മിറർ വർക്കും കൂടാതെ കട്ട് ബീഡ്സിൻ്റെ വർക്കും വരുന്നുണ്ട്. സ്ലിറ്റഡ് പാറ്റേണിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ദുപ്പട്ടയും സിൽക്കി കോട്ട ഫാബ്രിക്കിലേക്ക് വരും. ബോട്ടം പ്ലെയിൻ. റേറ്റ് വരുന്നത് 1395 ആണ്. ലാർജ് 5X സൈസ് അവൈലബിൾ ആണ്. ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും. അപ്പോൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. താങ്ക്